വയനാടിന്റെ ദുരന്തമുഖം കേരള ജനതയെ ആകെ കണ്ണീർ കടലിലാഴ്ത്തിയ കാഴ്ച നാം ഏവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചോമനകൾ മുതൽ അച്ഛനമ്മമാർ ഉൾപ്പെടെ മണ്ണിനടിയിൽ ശ്വാസം നിലച്ച് ചേതനയറ്റ ചിത്രം ആരുടെയാണ് കണ്ണു നനയിക്കാത്തത്? കരഞ്ഞതും കരം നീട്ടിയതും കേരളം ഒന്നടങ്കമായിരുന്നു. 300-ന് മുകളിൽ ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു. ജീവന് വേണ്ടി മല്ലടിച്ച് ആശുപത്രി വരാന്തയിൽ മറ്റു ചിലരും. ചൂരൽ മല പൊട്ടിയൊലിക്കുമ്പോൾ ഉലഞ്ഞത് കേരളമായിരുന്നു. സ്കൂളും പള്ളിയും അമ്പലവുമെല്ലാം മണ്ണോടടിഞ്ഞു. സന്തോഷവും ദുഃഖവും ഉത്സവവും പെരുന്നാളുമെല്ലാം ഒന്നിച്ച് ഒരുപോലെ കൊണ്ടാടുന്നവരായിരുന്നു മുണ്ടക്കൈക്കാർ. സ്നേഹവും മനോഹരമായ പ്രകൃതി ഭംഗിയും കളിയാടുന്ന കൊച്ചു ഗ്രാമം. രാത്രി വെളുക്കും മുന്നേ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുന്നേ ജനങ്ങളുടെ മൂക്കിലും വായിലും ചെളി നിറഞ്ഞു. ചിലർ ഓടി രക്ഷപ്പെട്ടു. എത്രയോ കാലം കൊണ്ട് സ്വരുക്കൂട്ടിയ സമ്പത്തും സ്നേഹവും നിമിഷ നേരം കൊണ്ട് മണ്ണിൽ പുതഞ്ഞു. അവശേഷിക്കുന്ന ചിലർക്ക് ഇനി ബാക്കിയുള്ളത് വേണ്ടപ്പെട്ടവരുടെ നല്ല ഓർമ്മകളും മരണഭീതിയും മാത്രം. മുണ്ടക്കൈയിൽ മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം.